UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ എന്തൊക്കെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നതാണ് ആകാംക്ഷ. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിയായിട്ടായിരിക്കും VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തും. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിമാസം 1000 രൂപയെന്ന പ്രഖ്യാപനം ഉണ്ടാകാനിടയുണ്ട്. നികുതി വർധന തൽക്കാലം ഉണ്ടാകില്ല എന്ന സൂചനയും ലഭിക്കുന്നു. ധവളപത്രം ശുപാർശ ചെയ്ത സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടലിനും സാധ്യതയില്ല. എന്നാൽ കിഫ്ബി ഉടച്ചുപാർക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. റാഹിസ് റഷീദ് വിവരങ്ങളുമായി. റാഹിസ്, ഇപ്പോൾ VDS സർക്കാരിന്റെ ആദ്യ ബജറ്റാണ്. ജനപ്രിയ ബജറ്റാകുമെന്നുള്ള സൂചനകളാണോ? നാളത്തേതോടുകൂടി പല കാര്യങ്ങൾക്കും സംശയ നിവൃത്തി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? സ്മൃതി, സർക്കാർ അധികാരത്തിലേറി 31ാമത്തെ ദിവസമാണ് VD സതീശൻ തന്നെ ആ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പുള്ള ബജറ്റ് പോലുള്ള ജനക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നികുതി വരുമാനം കൂട്ടുന്ന, അതായത് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ നികുതി വരുമാനം കൂട്ടില്ല. ചിലപ്പോൾ മദ്യത്തിന്, പുകയില ഉൽപ്പന്നങ്ങൾക്കടക്കം നികുതി വരുമാനം കൂട്ടാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ നേരിട്ട് സാധാരണ ജനങ്ങൾക്ക് ബാധിക്കുന്ന തരത്തിലുള്ള നികുതി വരുമാന വർധനം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ധവളപത്രത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് 56-ൽ നിന്ന് 58-ലേക്ക് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുക എന്നത്. അത് ധവളപത്രത്തിൽ കൂടി പറഞ്ഞതുകൊണ്ട് ബജറ്റിൽ വരാനുള്ള ഒരു സാധ്യത ധനകാര്യ രംഗത്തെ ചില വിദഗ്ധർ പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് പ്രഖ്യാപനം നാളത്തെ ബജറ്റിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ക്ഷേമ പെൻഷനിൽ നേരിയ വർധനവ്, ഒരു 100 രൂപ പോലുള്ള വർധനവ് പ്രതീക്ഷിക്കാം എന്നൊരു കാര്യം കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ധന സെസ് എടുത്തു കളയുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കിഫ്ബി ഉടച്ചുവാർക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വരുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് എന്ന കാര്യത്തിൽ നാളത്തെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നല്ല സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞിരുന്നു. ജനുവരി മുതലുള്ള DA കുടിശ്ശിക 2% DA കുടിശ്ശിക വിതരണം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലെ 2 വാഗ്ദാനങ്ങൾ. ഒന്ന്, 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുക വകയിരുത്തുകയായിരിക്കും. ആ പദ്ധതി നടപ്പിലാക്കുക അല്ല, പകരം അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തുക വകയിരുത്തുന്നത് നാളത്തെ ബജറ്റിലുണ്ടാകും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുകയും നാളത്തെ ബജറ്റിൽ വകയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തുറമുഖങ്ങൾ, കേരളത്തിലെ തുറമുഖങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു തുറമുഖ ഹബ്ബും 4 വിമാനത്താവളങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള വ്യോമയാന ഹബ്ബും ഈ നാളത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിസ്മയങ്ങളാകും കാത്തുവച്ചിട്ടുള്ളത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളത്തെ ബജറ്റിൽ സാധ്യതകൾ ഇതൊക്കെയാണെന്നുള്ള കാര്യമാണ് റാഹിസ് നൽകിയത്.